വെൽക്കം ടു തുമ്പി ക്രിയേഷൻ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഫ്രൂട്ട്സ് തൈകൾ വെക്കാൻ സ്ഥലമില്ലാത്തവർക്ക് ഒഴിവാക്കാൻ പറ്റിയ ചില ഫ്രൂട്ട്സ് തൈകളെ പരിചയപ്പെടുത്താനാണ്. കാണാൻ അതിമനോഹരമായിരിക്കും, പക്ഷേ നമുക്ക് വിറ്റാമിൻസും ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് ഇതേ പൈസക്ക് ഇതിലും ഉപകാരമുള്ള ടേസ്റ്റുള്ള ഫ്രൂട്ട്സുകൾ ഒരുപാട് വാങ്ങാൻ കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനി ആരും ഇങ്ങനെ വാങ്ങിപ്പെടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ. ഇതാണ് സുറിനാം ചെറി. വിദേശി പഴമാണെങ്കിലും നഴ്സറികളിൽ ഒരുപാട് വില കൊടുത്തിട്ടാണ് ഇത് വാങ്ങുന്നത്. നമ്മൾ പ്രതീക്ഷയോടെ വളർത്തും, കാണാൻ അതിമനോഹരമായിരിക്കും. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടേസ്റ്റ് ഒന്നുമില്ല, പ്രത്യേകിച്ച് ടേസ്റ്റ് ഇതിനില്ല. ഇല്ലയെന്ന് പറഞ്ഞാൽ പല ഫ്രൂട്ട്സുകൾ കൂടിയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഇതിന്. ചിലർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. ഉപ്പിലിട്ട് അച്ചാറിട്ടൊക്കെ കഴിച്ചാൽ പിന്നെയും കഴിക്കാം, പക്ഷേ ചിലർ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഇത് പക്ഷികൾക്ക് ചോക്ലേറ്റ് പോലെയാണ് കേട്ടോ. അപ്പോൾ സ്ഥലമുള്ളവർക്ക് ഒരു വെറൈറ്റി ആയിട്ടും വിറ്റാമിൻസിനൊക്കെ വേണം. ഇതിങ്ങനെ കായ്ച്ചു കിടക്കുന്നത് കാണാൻ അതിമനോഹരമാണ്. പല വർണ്ണങ്ങളിലുള്ള കായകൾ. ഇതിൻ്റെ തന്നെ ബ്ലാക്ക് വെറൈറ്റി ഉണ്ട്, അത് ഇതിനേക്കാളും ഒന്നും കൂടി ടേസ്റ്റാണ്. അത് പഴുത്താൽ കറുപ്പ് കളറാവും. അതേപോലെ മറ്റൊരു ഫ്രൂട്ട്സാണ് ഇത്, സാന്തോള്. തണൽമരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം, പിന്നെ വെറൈറ്റി ഫ്രൂട്ട്സ് വേണ്ടവർക്കും ഉപയോഗിക്കാം. ഇതിനൊക്കെ നഴ്സറികളിൽ നല്ല വിലയാണ് ഈടാക്കുന്നത്. ഇതാ പ്രത്യേകിച്ച് ഇങ്ങനെ വലിയ പഴങ്ങളായിരിക്കും, മഞ്ഞ കളറാകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. മുറിച്ച് കഴിയുമ്പോൾ ഇതേപോലെ മാംഗോസ്റ്റിൻ പോലെ ഉള്ളൊരു പൾപ്പ് കിട്ടും. ഇതിൻ്റെ ഉള്ളിലുള്ള കുരു യൂസ് ചെയ്യരുത് എന്നാണ് പറയൽ, വിഷമാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഇത് നല്ല പുളിയാണ്, ജ്യൂസ് അടിക്കാനൊക്കെ ഉപയോഗിക്കാം. എന്നാലും കുറേ സ്ഥലത്ത് വലിയൊരു മരമായിട്ടുണ്ടായിട്ട് പ്രത്യേകിച്ചൊന്നും ഇതിൽ നിന്ന് കിട്ടാനില്ലാണ് എൻ്റെ അഭിപ്രായം. ഇതാണ് പീനട്ട് ബട്ടർ ഫ്രൂട്ട്. ഇതും അതുപോലെ കാണാൻ അതിമനോഹരമായിരിക്കും. കൂടുതലുണ്ടായാലും നിലത്തൊക്കെ വീണിങ്ങനെ ഈച്ചകളൊക്കെ വരും. ഇത് കടലയുടെ ടേസ്റ്റാണ്. അതിൻ്റെ കുരു ഉണ്ട്, കുരുവിനും കടലയുടെ ടേസ്റ്റ് തന്നെയാണ്. ചിലർക്കത് ഇഷ്ടമാണ്, എനിക്കത് ഇഷ്ടമല്ല. അധികം ആൾക്കും ഇഷ്ടമല്ല. മിൽക്ക് ഷേക്കൊക്കെ അടിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.